الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور. അടുക്കുകളായ നിലയിൽ 7 ആകാശങ്ങളെ സൃഷ്ടിച്ചവനാണ് അവൻ. പരമകാരുണികനായിട്ടുള്ളവന്റെ സൃഷ്ടിയിൽ യാതൊരു ഏറ്റപ്പറ്റും നീ കാണുകയില്ല. എന്നാൽ നീ ഒന്ന് ദൃഷ്ടി മടക്കി നോക്കുക, വല്ല പിഴവും നീ കാണുന്നുവോ? ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير. പിന്നെയും 2 ആവർത്തി നീ മടക്കുക, നീ മടക്കി നോക്കുക. നിന്ദ്യമായ നിലയിൽ നിന്നിലേക്കു തന്നെ ദൃഷ്ടി തിരിച്ചു വരുന്നതാണ്. അതാകട്ടെ പരവശപ്പെട്ടതുമായിരിക്കും. വചനം 3-ന്റെയും 4-ന്റെയും വിശദീകരണം. സബ്അ സമാവാത്തിൻ അഥവാ 7 ആകാശങ്ങളെക്കുറിച്ച് നാം ഇതിനു മുമ്പ് സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ മുഅ്മിനൂൻ 17-ന്റെയും സൂറത്ത് ത്വലാഖ് 12-ന്റെയും വ്യാഖ്യാനം നോക്കുക. അവ ഒന്നിനുമീതെ അടുക്കടുക്കായി അഥവാ തട്ടുതട്ടായി സ്ഥിതി ചെയ്യുന്നുവെന്ന് അള്ളാഹു വ്യക്തമായി പ്രസ്താവിക്കുന്നു. ഹദീസിലും ഇതിനെപ്പറ്റി പ്രസ്താവിച്ചു കാണാം. സൂറത്തുൽ മുഅ്മിനൂനിൽ വെച്ച് നാം ചൂണ്ടിക്കാട്ടിയതുപോലെ നാളിതുവരെ ഒരു ആകാശത്തിന്റെ അതിർത്തി പോലും ക്ലിപ്തമായി നിർണയിക്കുവാൻ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് ആകാശങ്ങളുടെ എണ്ണത്തെക്കുറിച്ചോ അവയുടെ അടുക്കുകളുടെ സ്വഭാവത്തെക്കുറിച്ചോ ശാസ്ത്രം മുഖേന നമുക്ക് സൂക്ഷ്മ വിവരങ്ങൾ ലഭിക്കുവാനില്ല. ലോകസ്രഷ്ടാവായ അള്ളാഹു സൃഷ്ടിച്ചു നിയന്ത്രിച്ചു പോരുന്ന അവയെക്കുറിച്ച് അവൻ വ്യക്തമായ ഭാഷയിൽ പ്രസ്താവിച്ചിട്ടുള്ള ഏതൊരു കാര്യവും അപ്പടി വിശ്വസിക്കുവാൻ ശാസ്ത്രത്തിൻ്റെയോ മറ്റോ അനുമതി നമുക്ക് ആവശ്യവുമില്ല. ഭൗതിക വീക്ഷണകോണിൽ കൂടി നോക്കുമ്പോൾ ശാസ്ത്രത്തിന്റെ പുരോഗതി വളരെ വമ്പിച്ചതാണെന്ന വിഷയത്തിൽ നമുക്ക് തർക്കമില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ സൃഷ്ടി രഹസ്യങ്ങളാകുന്ന അനന്ത യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ അതിൻ്റെ സ്ഥാനം അതെത്ര വമ്പിച്ചതായിരുന്നാലും കേവലം നിസാരമാകുന്നു. വമാ ഊതീതും മിൻ ഇൽമിൻ ഇല്ലാ ഖലീല, നിങ്ങൾക്ക് അറിവിൽ നിന്നും അല്പമല്ലാതെ നൽകപ്പെട്ടിട്ടില്ല. സൂറത്തുൽ ഇസ്രാ വചനം 85. മേൽപോട്ട് കണ്ണുമിഴിച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും കാണാവുന്ന ഒരു വമ്പിച്ച നീലക്കുട എന്നു മാത്രം ആകാശത്തെപ്പറ്റി മനസ്സിലാക്കിയ പാമരന്മാരെയും ഉപഗ്രഹങ്ങളും ബഹിരാകാശ വാഹനങ്ങളും ഉപയോഗിച്ച് ചന്ദ്രനിലും മറ്റും നിരീക്ഷണം നടത്തിവരുന്ന മഹാവീരന്മാരെയും ആകാശമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന കോടാനുകോടി നക്ഷത്ര ഗോളങ്ങളെക്കുറിച്ച് അത്യത്ഭുതകരങ്ങളായ നിരവധി വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്ന ശാസ്ത്ര കേസരികളെയും എന്നുവേണ്ട ഓരോ മനുഷ്യ വ്യക്തിയെയും അഭിമുഖീകരിച്ചുകൊണ്ട് അള്ളാഹു ഉറപ്പിച്ചു പറയുന്നു, പരമകാരുണ്യകനായ അവന്റെ സൃഷ്ടിയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഏച്ചക്കുറവോ വൈകല്യമോ കാണാൻ നിങ്ങൾക്ക് കഴിയുകയില്ലെന്ന്. അത്രയും പറഞ്ഞു മതിയാക്കുന്നില്ല. അതിൽ പൊട്ടോ പൊളിവോ പോലുള്ള വല്ല പോരായ്മയും ഉണ്ടോ എന്ന് വീണ്ടും വീണ്ടും പരിശോധിച്ചു നോക്കുവാൻ ആവർത്തിച്ച് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. പോരാ, നിങ്ങൾ പരാജിതരായി പരവശപ്പെട്ടുകൊണ്ട് പിന്മടങ്ങുക തന്നെ വേണ്ടിവരുമെന്ന് ഖണ്ഡിതമായി പ്രഖ്യാപിക്കുക കൂടി ചെയ്യുന്നു. ഈ പ്രഖ്യാപനത്തെ മറികടക്കുവാൻ ബുദ്ധിയുള്ള, മനസാക്ഷിയുള്ള, വക്രതയില്ലാത്ത, ഭൗതിക ഭ്രമത്താൽ ഹൃദയം മരവിക്കാത്ത ഏതെങ്കിലും ഒരു വ്യക്തിക്ക് സാധിക്കുമോ? ഒരിക്കലുമില്ല. ആകാശഭൂമികളിലടങ്ങിയ വിവിധ രഹസ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി അശ്രാന്ത പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും അതേ സമയത്ത് അവയുടെ കർത്താവിനെ കുറിച്ചും അവയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന അദൃശ്യ മഹാശക്തിയെക്കുറിച്ചും മാത്രം ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്കോ നഗ്നമായ യാഥാർത്ഥ്യങ്ങളുടെ നേരെ നിസങ്കോചം കണ്ണടച്ച് നിഷേധിക്കുവാൻ ധൈര്യപ്പെടുന്ന ഹൃദയശൂന്യന്മാർക്കോ അല്ലാതെ ഈ പ്രഖ്യാപനത്തിനു മുമ്പിൽ തലകുനിക്കാതിരിക്കാൻ സാധ്യമല്ല തന്നെ.
അള്ളാഹുവിൻ്റെ മഹത്വത്തിനുള്ള മറ്റൊരു ദൃഷ്ടാന്തമാണ് അടുത്ത വചനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്.